Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഫിസിക്സിലെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതുപോലെ തന്നെ ഡെറിവേഷൻസ്, ന്യൂമറിക്കൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പഠിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. The first question is write the equation for capacitive reactance. എന്താണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്നുള്ള ഇക്വേഷൻ? അപ്പൊ എന്താണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്? അതായത് കപ്പാസിറ്റീവ് റിയാക്ടൻസിനെ നമ്മൾ XC എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റർ. അതായത് ഒരു സർക്യൂട്ടിന് നമ്മളൊരു AC സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്യൂട്ടിനകത്ത് കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. അതായത് XC is equal to 1/ωc ആണ്. അവിടെ ഒമേഗയ്ക്ക് പകരം നമുക്ക് 2πf എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? X is equal to 1/2πfc. അതായത് ഈ രണ്ട് ഇക്വേഷനെ യൂസ് ചെയ്യാം. ഇനി ഫ്രീക്വൻസി ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യാൻ പറ്റും. അതായത് X is equal to 1/2πfc or 1/ωc. That is called the capacitive reactance. That is the resistance offered by the capacitor. The next question is a 15 microfarad capacitor is connected to a 220 volt 50 hertz source. Find the capacitive reactance and the current. That means the RMS and peak in the circuit. If the frequency is doubled, what happens to the capacitive reactance and the current? അതായത് ഒരു 15 മൈക്രോഫാരഡ് കപ്പാസിറ്റർ എവിടെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? 220 വോൾട്ട്, അതേപോലെ തന്നെ 50 ഹെർട്സ് സോഴ്സിലാണ്, AC സർക്യൂട്ടിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ വാല്യൂ കാണണം. അതുപോലെ തന്നെ RMS കറണ്ട് അല്ലെങ്കിൽ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഫ്രീക്വൻസി ഡബിൾ ആക്കി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആൻഡ് കറണ്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കാം. കപ്പാസിറ്റീവ് റിയാക്ടൻസ് എങ്ങനെ കാണാം? X is equal to 1/ωc or 1/2πfc ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അവിടെ ഫ്രീക്വൻസി ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 50 ആണ് അല്ലെ, 50 ഹെർട്സ് ആണ്. സോ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ എഴുതാം? X is equal to 1/2 into 3.14 into F-ന് പകരം എന്താ എഴുതാം? 50 എന്ന് എഴുതാം. Then capacitor is 15 microfarad ആണ്. അതിനെ നമുക്ക് ഫാരഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? 15 into 10⁻⁻⁶ ആണ്. Okay, then we can calculate that value is found to be 212 ohm ആണ്. ഓക്കെ, അപ്പൊ വളരെ ഡയറക്റ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ന്യൂമറിക്കൽ ആണ്. അതുകൊണ്ട് തന്നെ XC എന്ന് പറയുന്ന ഇക്വേഷൻ, അതേപോലെ കപ്പാസിറ്റീവ് റിയാക്ടൻസ്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, അങ്ങനത്തെ കാര്യങ്ങളുടെ ഇക്വേഷൻസ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് എന്താ ചോദിച്ചിട്ടുള്ളത്? Now we have to find the RMS value of current, that is IRMS or I is equal to V/XC ആണ് അല്ലെ. അപ്പൊ അവിടെ V എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 220 വോൾട്ട് ആണ്. ഇനി XC എന്ന് പറയുന്ന കപ്പാസിറ്റീവ് റിയാക്ടൻസ് നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്തതാണ്. സോ 212 ഓം ആണ്. സോ I will be equal to 220/212, that is 1.04 ആംപിയർ ആണ്. ഇനി പീക്ക് വാല്യൂ ഓഫ് കറണ്ട് നമുക്ക് കാണണം. അപ്പൊ എങ്ങനെ കാണാം? RMS വാല്യൂ കണ്ടിട്ടുണ്ട്. ദെൻ പീക്ക് വാല്യൂ കാണണമെന്നുണ്ടെങ്കിൽ പീക്ക് വാല്യൂ IRMS is equal to Im/√2 ആണ്. അതായത് I is equal to Im/√2 എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് Im കാണാം അല്ലെ. പീക്ക് വാല്യൂ is equal to √2 into I എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പൊ ആ ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. √2 into I നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്തതാണ് 1.04. അപ്പൊ √2ന്റെ വാല്യൂ 1.414 ആണ് ഇൻറ്റു 1.04 ആണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1.47 ആംപിയർ. സോ ഇഫ് ദ ഫ്രീക്വൻസി ഇസ് ഡബിൾഡ്, എന്ത് സംഭവിക്കും? ഫ്രീക്വൻസി ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്തായി മാറും? ഹാഫ് ഡൗൺ. Okay, and consequently the current will be doubled. Okay, so that is all about the question. The next question is obtain the expression for current when an AC voltage applied to a series LCR circuit using phasor diagram. അപ്പൊ ഇവിടെ നമുക്കൊരു സീരീസ് LCR സർക്യൂട്ടിന്റെ കേസിൽ ഉണ്ടാവുന്ന കറണ്ടിനുള്ള എക്സ്പ്രഷൻ ആണ് കാണേണ്ടത്. അതായത് നമ്മൾ AC വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ കേസിൽ ഉണ്ടാവുന്ന കറണ്ട് എങ്ങനെയാണ് നമുക്ക് കാണുക? ബൈ യൂസിങ് ഫേസർ ഡയഗ്രാം. അപ്പൊ ഫേസർ ഡയഗ്രാം വെച്ചുകൊണ്ടാണ് നമുക്ക് സൊല്യൂഷൻ കാണാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യണം? ഒരു സീരീസ് LCR സർക്യൂട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് സെപ്പറേറ്റ് പഠിച്ചതാണ്. അതായത് ഒരു AC voltage applied to a resistor,
കപ്പാസിറ്റർ, ഇൻഡക്ടർ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ആ കേസിൽ നമ്മൾ കണ്ടൊരു കാര്യം എന്താണ്, റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജും കറണ്ടും സെയിം ഫേസിലാണ്. ദെൻ കപ്പാസിറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, കറണ്ട് ലീഡ്സ് ബൈ പൈ ബൈ ടു. ദെൻ ഇൻഡക്ടറിന്റെ കേസിൽ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ് ബൈ പൈ ബൈ ടു. ഈ കാര്യങ്ങളും അതിന്റെ ഫേസർ ഡയഗ്രാം എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇനി ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ഈ മൂന്നും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സർക്യൂട്ട് ആണ്. LCR എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്. അപ്പൊ എല്ലാ മൂന്നും കമ്പോണൻസും ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന ഒരു AC സർക്യൂട്ട് ആണ് LCR സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോ ഒരു സീരീസ് സർക്യൂട്ടിന്റെ കേസിൽ അതിനകത്ത് ഉണ്ടാവുന്ന വോൾട്ടേജ് എപ്പോഴും എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും അല്ലെ, കറണ്ട് സെയിം ആയിരിക്കും. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ വോൾട്ടേജിനെ എങ്ങനെ എഴുതാൻ പറ്റും, അതായത് ഇവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് AC വോൾട്ടേജ് ആണ്. ദാറ്റ് ഈസ് V is equal to VM sin omega t എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ വോൾട്ടേജ് എങ്ങനെ എഴുതാൻ പറ്റും, അതായത് ഓരോ കമ്പോണന്റിനും അക്രോസ് ആയിട്ട് ഉണ്ടാവുന്ന വോൾട്ടേജസ് എഴുതാം. സോ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് IR ആണ്, ദെൻ ഇൻഡക്ടറിന് അക്രോസ് ആയിട്ട് L into di/dt, ദെൻ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് ഉണ്ടാവുന്ന വോൾട്ടേജ് ആണ് Q/C. അപ്പൊ ടോട്ടൽ വോൾട്ടേജ് എങ്ങനെ, അപ്പൊ അപ്ലൈ ചെയ്യുന്ന AC വോൾട്ടേജ് VM sin omega t ആയതുകൊണ്ട് VM sin omega t is equal to IR plus L into di/dt plus Q/C എന്ന് എഴുതാം അല്ലെ. ഇനി നമുക്ക് ഫേസർ ഡയഗ്രാം യൂസ് ചെയ്തുകൊണ്ടാണ് അതിന്റെ സൊല്യൂഷൻ കാണേണ്ടത്. അപ്പൊ നമുക്ക് ഫേസർ ഡയഗ്രാം ഒന്ന് വരച്ചു നോക്കാം. ഇനി നമുക്ക് വോൾട്ടേജിന്റെ വാല്യൂസും കൂടി ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് വെക്കണം. അതായത് VR is equal to IM into R ആണ്. അതുപോലെ VL എന്ന് പറയുന്നത് എന്താണ്, IM into XL ആണ്. ദെൻ VC is equal to IM into XC ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഫേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, VL-ഉം VC-യും ഫേസിലല്ല ഉള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ചാൻസസ് ഇവിടെ ഉണ്ട്. അതായത് VC is greater than VL വരാം, അല്ലെങ്കിൽ VC is less than VL വരാം. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഏതെങ്കിലും ഒരു കേസ് കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ഫേസർ ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, അതായത് VC greater than VL അല്ലെങ്കിൽ XC greater than XL എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ കപ്പാസിറ്റർ ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്. അതായത് അത് കപ്പാസിറ്ററിന്റെ എഫക്റ്റ് ആയിരിക്കും അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ ഫൈ എന്ന് പറയാം. കാരണം കപ്പാസിറ്ററിന്റെ കേസിൽ കറണ്ട് ആണ് ലീഡ് ചെയ്യുന്നത് ബൈ ആൻ ആംഗിൾ പൈ ബൈ ടു ആണ്. അപ്പൊ നമുക്ക് ഫൈ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ ഫസ്റ്റ് കേസിൽ എന്തെടുത്തിട്ടുണ്ട്, VC greater than VL എന്ന് പറയുന്ന ഗ്രാഫാണ്, അതായത് ഫേസർ ഡയഗ്രാം ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ കറണ്ടിനെ ഫിക്സ് ചെയ്ത് വെക്കാം. സോ I എന്ന് പറയുന്നത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ഇവിടെ വരയ്ക്കുന്നത് കാണാൻ കഴിയും. ഇനി അതിനകത്ത് വോൾട്ടേജ്, അതായത് അക്രോസ് റെസിസ്റ്റർ ഉണ്ടാവുന്ന വോൾട്ടേജ് എന്താണ്, VR ആണ് അല്ലെ. VR എന്ന് പറയുന്നത് എന്താണ്, സെയിം ഫേസിലാണ്. അപ്പൊ അത് അവിടെ തന്നെ നമുക്ക് VR മാർക്ക് ചെയ്യാം. കാണാനുണ്ടല്ലോ, VR എന്ന് പറയുന്നത് നമ്മൾ സെയിം അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇനി കപ്പാസിറ്റർ എടുത്ത് നോക്കുമ്പോ കപ്പാസിറ്റർ എന്താ ചെയ്യുന്നത്, കറണ്ട് ലീഡ് ചെയ്യാണ് ചെയ്യുന്നത്. VC ലീഡ് ദ കറണ്ട് ബൈ പൈ ബൈ ടു ആണെന്നുണ്ടെങ്കിൽ VL എന്താണ്, ലാഗ്സ് ദ കറണ്ട് ബൈ പൈ ബൈ ടു ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവ രണ്ടും എന്ത് വരും, ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ് വരുന്നത്. അപ്പൊ അവയെ സബ്ട്രാക്ട് ചെയ്തതാണ് VC മൈനസ് VL. നമ്മൾ പറഞ്ഞു VC ആണ് അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്, അതായത് കപ്പാസിറ്റർ ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് VC മൈനസ് VL എന്ന് കിട്ടിയത്. ഇനി ഇവിടെ നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് അതായത് VR ഉണ്ട്, VC മൈനസ് VL ഉണ്ട്. ഇവയുടെ റിസൾട്ടന്റ് കാണണമെന്നുണ്ടെങ്കിൽ ദീസ് ടു ആർ ദ സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം. ഇവിടെ ഒരു പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യാം. അതിന്റെ ഡയഗണൽ ആയിരിക്കും റിസൾട്ടന്റ് എന്ന് പറയുന്നത്. അതായത് VM അല്ലെങ്കിൽ V എന്ന് പറയുന്ന ഡയഗണൽ ആണ് എന്ത്, ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഫേസർ ഡയഗ്രാം വരയ്ക്കേണ്ടത്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് കറണ്ടിനുള്ള ഇക്വേഷൻ കിട്ടുക എന്നുള്ളത് നോക്കാം. സോ I is equal to IM sin omega t plus 5/2 ആണ് അല്ലെ. or we can say that I is equal to IM sin omega t plus 5 എന്ന് പറയാം. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്, വാല്യൂ ഓഫ് കറണ്ട് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തുള്ള ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഹൈപ്പോട്ടന്യൂസ് ഏതാ വരുന്നത്, VM ആണ്. സോ VM square will be equal to VR square plus VC minus VL the whole square എന്ന് എഴുതാലോ പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട്. സോ VM square is equal to VR square plus VC minus VL the whole square ആണ്. അതിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് VR എന്ന് പറഞ്ഞാൽ എന്താണ്, IM into R ആണ്. സോ VM square is equal to IM into R the whole square plus VC എന്താണ്, IM into XC minus VL is IM into XL the whole square എന്ന് എഴുതാം. ഇനി VM square is equal to IM square into
ആർ സ്ക്വയർ, അതായത് ഇവിടെ ആറിനെ നമ്മൾ അതായത് ഐ എം സ്ക്വയർ കോമൺ ആണ് അല്ലെ, അതിനെ ബ്രാക്കറ്റിന് ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ട്. ദെൻ ആർ സ്ക്വയർ പ്ലസ് എക്സ് ഇ മൈനസ് എക്സ് എൽ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഐ എം സ്ക്വയർ എങ്ങനെ കാണാം, അതിൽ നിന്ന് വി എം സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എക്സ് ഇ മൈനസ് എക്സ് എൽ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് എന്താണ്, ഐ എം ആണ്. സോ ഐ എം ഇസ് ഈക്വൽ ടു വി എം ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് ഇ മൈനസ് എക്സ് എൽ ദ ഹോൾ സ്ക്വയർ ആണ്. ഓർ ഐ എം വിൽ ബി ഈക്വൽ ടു വി എം ബൈ Z എന്ന് എഴുതാം. കാരണം ഇവിടെ Z എന്ന് പറയുന്നതാണ് ഇംപിഡൻസ്. റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് ഇ മൈനസ് എക്സ് എൽ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതാണ് ഇംപിഡൻസ്. അപ്പൊ ഈ ഡയഗ്രാം ഒന്ന് കൃത്യമായിട്ട് വരയ്ക്കാൻ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മളിവിടെ കറണ്ട് ആണ് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. അതിൽ വി ആർ സെയിം ഫേസ് ആണ്, എന്നാൽ വി സി എന്ത് ചെയ്യുന്നുണ്ട്, ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ വി സി ഗ്രേറ്റർ ദാൻ വി എൽ എടുത്തത് കൊണ്ടാണ് നമുക്ക് വി സി മൈനസ് വി എൽ എന്ന് വന്നത്. ഓക്കെ, ഇനി ഓപ്പോസിറ്റ് കേസ് നമുക്ക് എടുക്കാം. നമുക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ വി എൽ മൈനസ് വി സി എടുക്കുന്ന കേസിൽ എന്തായിരിക്കും, വി എൽ വിൽ ബി ഗ്രേറ്റർ ദാൻ വി. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു കേസ് പഠിച്ചു വെക്കുക. അതായത് വി സി ഗ്രേറ്റർ ദാൻ വി എൽ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന്റെ റിസൾട്ടിൽ കിട്ടുമ്പോൾ എങ്ങനെയാണ്, വി സി മൈനസ് വി എൽ ആണ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ പാരലോഗ്രാം ലോ വെച്ചുകൊണ്ട് നമുക്ക് അതിന്റെ റിസൾട്ടന്റ് കാണാൻ പറ്റും, വി എം കാണാൻ പറ്റും. ദെൻ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. പിന്നെ വളരെ ഈസി ആയിട്ട് കറണ്ടിന്റെ വാല്യൂ കാണാം. അതായത് കറണ്ട് വെൻ ആൻ എ സി വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു സീരീസ് എൽ സി ആർ സർക്യൂട്ട്. അതിൽ നിന്ന് ഇംപിഡൻസിന്റെ ഇക്വേഷൻ കിട്ടുന്നത് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് ഇ മൈനസ് എക്സ് എൽ ദ ഹോൾ സ്ക്വയർ എന്നുള്ളതാണ്. Clear? Next question is write the expression for impedance of a series LCR circuit. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. The equation for impedance of a series LCR circuit ആണ്. എങ്ങനെ കാണാം, Z is equal to root of R square plus XC minus XL the whole square. ഇനി X ന്റെയും XL ന്റെയും വാല്യൂസ് കൊടുത്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം, Z is equal to root of R square plus XC ക്ക് പകരം 1 by omega C minus XL എന്ന് പറയുന്നത് omega L ആണ്. സോ 1 by omega C minus omega L the whole square എന്ന് എഴുതാം. The next question is a sinusoidal voltage of peak value 283 volt and frequency 50 hertz is applied to a series LCR circuit in which R is equal to 3 ohm, L is equal to 25.48 millihenry and the C is equal to 796 microfarad. Find the impedance of the circuit. അപ്പോൾ ഒരു LCR സർക്യൂട്ടിന്റെ കേസിൽ ഉണ്ടാവുന്ന ഇംപിഡൻസ് ആണ് കാണേണ്ടത്. നമുക്ക് ഗിവൺ ഡാറ്റ എന്തൊക്കെയാണ്, ഫ്രീക്വൻസി ഇസ് 50 ഹെർട്സ്, അതുപോലെ തന്നെ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് എത്രയാണ് തന്നിട്ടുള്ളത്, 283 വോൾട്ട് ആണ്. ദെൻ R, L and C are given. So how we can find the impedance? Impedance in the equation എന്താണ്, Z is equal to root of R square plus 1 by omega C minus omega L the whole square ആണ് അല്ലെ. അപ്പൊ അതിലൊന്ന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പൊ എന്ത് കിട്ടും, റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ്, അതായത് ഈ ഒമേഗയ്ക്ക് പകരം നമുക്ക് 1/2π f എന്ന് എഴുതാം, കാരണം ഇവിടെ ഫ്രീക്വൻസിയാണ് തന്നിട്ടുള്ളത്. സോ we can write the equation as root of R square plus 1/2π fc minus 2π f into L the whole square. Okay, values substitute ചെയ്യുമ്പോൾ എന്ത് കിട്ടും, R is 3. Okay, then L is 25.48, then C is equal to 796 microfarad. Okay, so Z will be equal to root of 3 square plus 1/2π fc means 1/2 into 3.14 into f, that is 50 into C, that is 796 into 10 raised to minus 6 minus 2π f into L, that is 2 into 3.14 into f is 50 into L is 25.48 into 10 raised to minus 3 the whole square. Okay, when we calculate we will get the value as root of 9 plus 4 minus 8 the whole square. So that will be equal to root of 9 plus 16. So that is 5 ohm. Okay, so that is the impedance of the circuit. The next question is, in the following circuit find the impedance. So here the values are given as 300 volt, then C 600 volt and R is 400 volt. Okay, then V is equal to root of VR square plus VC minus BL the whole square, right? So how we can find, we can just substitute the value. So root of 400 square plus 600 minus 300 the whole square, so that will be 500 volt. The next question is, in the following circuit find the impedance. Here also a circuit diagram is given for LCR circuit. Okay, so here L is 3 ohm, then C is 15 ohm and R is 5 ohm, and here we have to find the impedance. So Z is equal to root of R square plus XC minus XL the whole square. So how we can find root of
5 square plus 15 minus 3 the whole square. So that will be root of 169. That is equal to 13 ohm. The next question is write any two factors on which the impedance of a series LCR circuit depends. അതായത് ഒരു സീരീസ് LCR സർക്യൂട്ടിന്റെ ഇമ്പിഡൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതെങ്കിലും രണ്ട് ഫാക്ടേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. So we have resistance, capacitance, inductance and frequency of AC. Okay, resistance, capacitance, inductance and frequency of AC. The next question is using impedance diagram or impedance triangle, obtain the expression for phase difference between voltage and current in a series LCR circuit. ഒരു സീരീസ് LCR സർക്യൂട്ടിന്റെ കേസിൽ ഉണ്ടാവുന്ന എക്സ്പ്രഷൻ ഫോർ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണ്. അപ്പോൾ ഫേസ് ഡിഫറൻസ് ആണ് കാണേണ്ടത്. സോ ബൈ യൂസിങ് ദാറ്റ് ഇമ്പിഡൻസ് ട്രയാങ്കിൾ. അപ്പൊ നമുക്ക് ഇമ്പിഡൻസ് ട്രയാങ്കിൾ ഒന്ന് വരയ്ക്കാം. ഇവിടെ ഒരു സൈഡിൽ R ആണ്, ദെൻ അടുത്ത സൈഡ് എന്താണ്, റിസൾട്ടന്റ് എന്ന് പറയുന്നത് Z ആണ്, ഇമ്പിഡൻസ് ആണ്, ദെൻ XC മൈനസ് XL ആണ്. ഇനി ആംഗിൾ ഈസ് ഫൈ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഫൈ ആണ് ആംഗിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ടാൻ ഫൈ? ടാൻ ഫൈ is XC minus XL by R ആണ്. So phi will be equal to, phi is the phase difference, so phi is equal to tan inverse XC minus XL by R. The next question is what is the principle behind tuning of radio or TV resonance, or at what condition a series LCR circuit is used for ട്യൂണിങ്? അതായത് നമ്മൾ ഏത് കണ്ടീഷനിലാണ് ഒരു സീരീസ് LCR സർക്യൂട്ട് ട്യൂണിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്? അതായത് ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് റെസണൻസ്. റെസണൻസ് ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ റെസണൻസ് ഇൻ സീരീസ് LCR സർക്യൂട്ട്? ഏത് കണ്ടീഷനാണ് സീരീസ് LCR സർക്യൂട്ടിൽ റെസണൻസ് കേസിൽ യൂസ് ചെയ്യുന്നത്? അതായത് X is equal to XL ആണ്. അതായത് 1/ω0 C is equal to omega 0 into L ആയിരിക്കും. that is XC is equal to XL or 1/ω0 C is equal to omega 0 into L. The next question is obtain the expression for resonant frequency. അപ്പൊ എങ്ങനെയാണ് റെസണൻസ് ഫ്രീക്വൻസിക്കുള്ള എക്സ്പ്രഷൻ കാണാന്നുള്ളതാണ്. അതായത് റെസണൻസിന്റെ കേസിൽ നമുക്കറിയാം XC is equal to XL ആണ്. ഇനി XC എന്ന് പറയുന്നത് 1/ω0 C ആണ്. that will be equal to XL, that is omega 0 into L ആയിരിക്കും. so ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? omega 0 square is equal to 1/LC എന്ന് എഴുതാം. so omega 0 will be equal to 1/√LC. ഇവിടെ omega 0 is called resonant frequency. that is omega 0 is equal to 1/√LC is the frequency of resonance. Okay. Next question is draw the graphical variation of current amplitude IM with frequency omega. അതായത് കറണ്ട് ആംപ്ലിറ്റ്യൂഡ് IM-ഉം അതുപോലെ തന്നെ ഫ്രീക്വൻസി ഒമേഗയും തമ്മിലുള്ള ഗ്രാഫാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഫ്രീക്വൻസി, അതായത് ഒമേഗ നമ്മൾ എപ്പോഴും എടുക്കുന്നത് X ആക്സിസിലാണ്, കറണ്ട് ഈസ് ടേക്കൺ അലോങ് Y ആക്സിസ്. ഇനി ഗ്രാഫിന്റെ ഷേപ്പ് നോക്കിയപ്പോൾ ഇവിടെ omega 0 നമ്മൾ ഒരു പോയിന്റ്, അതായത് omega 0 എന്ന് പറയുന്ന ഫ്രീക്വൻസിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടും. അതായത് omega 0 will be equal to 1/√LC. നമ്മൾ നേരത്തെ കണ്ടതാണ് റെസണന്റ് ഫ്രീക്വൻസി. ദാറ്റ് ഈസ് 1/√LC എന്ന് പറയുന്ന മാക്സിമം ഫ്രീക്വൻസിയോ റെസണന്റ് ഫ്രീക്വൻസി കിട്ടുന്നത് omega 0-ലാണ്. ഇനി omega 0-ക്ക് രണ്ട് സൈഡിലും, അതായത് omega 0-യേക്കാൾ വലിയ വാല്യൂസ് ആണെങ്കിലും ചെറിയ വാല്യൂസ് ആണെങ്കിലും കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ദാറ്റ് വാല്യൂ വിൽ ബി ലെസ് ദാൻ omega 0. ഓക്കെ, അപ്പൊ അവിടെ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഇത് സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ omega 0-ൽ കിട്ടുന്നത് IM മാക്സിമം വാല്യൂ ആയിരിക്കും. ഓക്കെ, അതായത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ മാക്സിമം വാല്യൂ കിട്ടുന്നത് എവിടെയാണ്? omega 0-ലാണ്. that will be at 1/√LC. അപ്പൊ ഗ്രാഫ് ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. സിമെട്രിക്കൽ ആയിട്ടുള്ള ഗ്രാഫ് വേണം വരയ്ക്കാൻ. Next question is very important question, that is obtain the expression for power in an AC circuit. അതായത് ഒരു AC സർക്യൂട്ടിലുള്ള പവർ എങ്ങനെ കാണാം, അല്ലെങ്കിൽ ഒരു LCR സർക്യൂട്ടിന്റെ കേസിൽ ഉണ്ടാവുന്ന പവർ കാണാനുള്ള ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് സാധാരണ കറണ്ടിന്റെയും വോൾട്ടേജിന്റെയും ഇക്വേഷൻസ് അറിയാം അല്ലെ? അതായത് V is equal to Vm sin omega t ആണ്, I is equal to Im sin omega t plus or minus 5 ആണ്, or we can take it as Im sin omega t plus 5. ഓക്കെ, അപ്പൊ നമുക്ക് പവർ കാണണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പവർ കാണാം? P is equal to V into I എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പൊ അതിൽ വിയുടെയും ഐയുടെയും ഇക്വേഷൻസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? P is equal to Vm sin omega t into Im sin omega t plus 5 എന്ന് കിട്ടും അല്ലെ? അപ്പൊ അതിന് രണ്ടിനും കൂടി ഒരുമിച്ച് എഴുതുമ്പോൾ എന്ത് വരും? Vm Im into sin omega t into sin omega t plus 5 ആണ്. അതായത് sin x into sin y എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 1/2
cos x minus y മൈനസ് cos x plus y ക്ക് ഈക്വൽ ആണ് അല്ലെ. അപ്പൊ ഇത് ഉള്ളത് ഏത് ഫോമിലാണ്? sin x ഇൻറ്റു sin y എന്നുള്ള ഫോമിലല്ലേ. അപ്പൊ ഹാഫ് ഇൻറ്റു cos എന്ത് വരണം? x minus y, that is omega t minus omega t plus 5. Okay, then minus cos omega t plus omega t plus 5 എന്ന് എഴുതാം. അതായത് നമുക്ക് കിട്ടുന്നത് എന്താണ്? vm im by 2 ഒരുമിച്ച് എഴുതാം. വിത്തിൻ ബ്രാക്കറ്റ് cos 5 മൈനസ് cos 2 omega t plus 5 എന്ന് വരും അല്ലെ. cos 5 മൈനസ് cos 2 omega t plus 5 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇവിടെ ആവറേജ് വാല്യൂ ആണ് കാണേണ്ടത്. അപ്പൊ ഈ vm by im by 2 എന്നുള്ളതിൽ ഇൻറ്റു cos 5 എന്ന് വരും. കാരണം ഇവിടെ ആവറേജ് വാല്യൂ ഓഫ് cos 5 എന്താണ് വരിക? ആവറേജ് വാല്യൂ ഓഫ് cos 5 എന്ന് പറഞ്ഞാൽ ഇവിടെ 5 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ cos 5യുടെ വാല്യൂ ആവറേജ് എന്തായിരിക്കും? cos 5 തന്നെ ആയിരിക്കും. എന്നാൽ cos 2 omega t plus 5 എന്ന് പറയുന്നത് എന്തായിരിക്കും? ആവറേജ് വാല്യൂ ഓഫ് cos omega t എന്ന് പറയുന്നത് യെസ് ദാറ്റ് ഈസ് 0. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ടേം 0 ആയിട്ട് പോകും. cos 2 omega t plus 5 എന്ന് പറയുന്ന ടേം 0 ആയിട്ട് പോകും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? p is equal to vm im by 2 into cos 5 മാത്രമാണ്. അതായത് നമ്മളിവിടെ ആവറേജ് വാല്യൂ ആണ് കണ്ടത്. നെക്സ്റ്റ് vm im by 2 into cos 5 എന്നുള്ളതിൽ 2വിനെ √2 into √2 എന്ന് എഴുതാലോ. അപ്പൊ അതിന് രണ്ട് ഇക്വേഷൻസ് ആക്കി മാറ്റുമ്പോൾ എന്തായിട്ട് മാറും? vm by √2 into im by √2 എന്ന് എഴുതാം അല്ലെ, ഇൻറ്റു cos 5. ഇനി vm by √2 എന്ന് പറയുന്നത് എന്താണ്? v ആണ്, ദാറ്റ് ഈസ് v RMS, ആൻഡ് im by √2 എന്ന് പറയുന്നത് എന്താണ്? RMS വാല്യൂ ഓഫ് കറണ്ട് ആണ്, ഇൻറ്റു cos 5. സോ p വിൽ ബി ഈക്വൽ ടു v RMS ഇൻറ്റു i RMS ഇൻറ്റു cos 5, ഓർ vi cos 5 എന്ന് എഴുതാം. ഈ ക്വാണ്ടിറ്റി cos 5 പറയുന്നത് എന്താണ്? പവർ ഫാക്ടർ എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ പവർ ഇൻ എൻ AC സർക്യൂട്ട്. അതായത് P is equal to average power, P is equal to V RMS into I RMS into cos 5 ആണ്. അപ്പൊ അതിന് പകരം ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതിയെന്നേ ഉള്ളൂ. Here cos 5 is called power factor. Next question is draw the impedance diagram or impedance triangle and write the expression for power factor from it. അതായത് ഇംപിഡൻസ് ട്രയാങ്കിൾ വരച്ചിട്ട് എങ്ങനെയാണ് അതിൽ നിന്ന് പവർ ഫാക്ടർ കാണാന്നുള്ളതാണ്. അപ്പൊ ഇവിടെ cos 5 എന്നുള്ളതാണ് പവർ ഫാക്ടർ അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പൊ അതിന്റെ ഒരു സൈഡ് എന്താണ്? R ആണ്. ദെൻ XC minus XL and Z is the impedance. Here phi is the angle. Okay, so cos 5 എങ്ങനെ കാണാം? R by Z ന് ഈക്വൽ ആയിരിക്കും. cos 5 will be equal to R by Z ആണ്. Okay. The next question is what is the principle of transformer? എന്താണ് ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is explain with the help of neat diagram the working of a transformer. അതായത് ഒരു ഡയഗ്രത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് എങ്ങനെയാണ് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടത്. അപ്പൊ എന്തിനാണ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്? ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ് അല്ലെ, യൂസ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. ഇനി വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് നമുക്കറിയാം. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ. ഇനി ഒരു ട്രാൻസ്ഫോമറിന്റെ ഡയഗ്രാം, അതായത് എങ്ങനെയാണ് ഡയഗ്രാം വരയ്ക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അതായത് ഒരു സോഫ്റ്റ് അയൺ കോർ ഉണ്ടായിരിക്കും. ഒരു ട്രാൻസ്ഫോമറിന് ഒരു സോഫ്റ്റ് അയൺ കോർ ഉണ്ടാവും, വിച്ച് ഈസ് മെയ്ഡ് ഓഫ് ലാമിനേഷൻസ് ഇൻസുലേറ്റഡ് ഫ്രം വൺ അനദർ. അതായത് ലാമിനേഷൻസ് വെച്ചുകൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് വിച്ച് വിൽ ബി ഇൻസുലേറ്റഡ് ഫ്രം വൺ അനദർ. ആൻഡ് there will be two coils wound on this core. അതായത് രണ്ട് കോയിൽസ് ഉണ്ടാവും, ഒരു പ്രൈമറി കോയിലും ഒരു സെക്കൻഡറി കോയിലും. അപ്പൊ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ഭാഗത്ത് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ പ്രൈമറി കോയിൽ എന്ന് പറയുന്നത്. ദെൻ ഔട്ട്പുട്ട് കിട്ടുന്ന ഭാഗത്ത് ഉണ്ടാവുന്ന കോയിൽസിനെ എന്ത് പറയും? സെക്കൻഡറി കോയിൽസ് എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ട് തരത്തിലുള്ള കോയിൽസ് ആണ് ഉള്ളത്. ഇനി ട്രാൻസ്ഫോമർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇനി നമ്മളൊരു ഓൾട്ടർനേറ്റീവ് വോൾട്ടേജ് പ്രൈമറി കോയിലിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റിസൾട്ടിംഗ് കറണ്ട് പ്രൊഡ്യൂസസ് ആൻ ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് വിച്ച് ലിങ്ക്സ് ദ സെക്കൻഡറി. ഓക്കെ, അത് സെക്കൻഡറിയിലേക്ക് ലിങ്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻഡ്യൂസസ് ആൻ EMF ഇൻ ഇറ്റ്. നമ്മൾ ലെൻസസ് ലോയിൽ പഠിച്ചതാണ്. സോ അക്കോർഡിംഗ് ടു ലെൻസസ് ലോ വി ക്യാൻ റൈറ്റ് ദ induced EMF in the primary coil, that is Vp is equal to minus Np into d phi by dt. അതായത് ലെൻസസ് ലോ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? ഇൻഡ്യൂസ്ഡ് EMF ഈ Vp is equal, അതായത് പ്രൈമറി കോയിലിൽ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് മൈനസ് Np എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ഇൻറ്റു d phi by dt ക്ക് ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ Vs എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ്, അതായത് ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ സെക്കൻഡറി കോയിൽ വിൽ ബി ഈക്വൽ ടു മൈനസ് NS ഇൻറ്റു d phi by dt ആയിരിക്കും. ഇനി അവയെ ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും?
വി എസ് ബൈ വി പി ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി എന്ന് കിട്ടും. ഇനി നമുക്കറിയാം ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പവർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ട്രാൻസ്ഫോമറിന് ഒരു 100% എഫിഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പവർ ഇൻപുട്ട് എന്ന് പറയുന്നതും പവർ ഔട്ട്പുട്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ് പവർ കാണാം? ഐ വി ആണ് പവർ അല്ലെ. സോ ഐ പി വി പി വിൽ ബി ഈക്വൽ ടു ഐ എസ് ഇൻറ്റു വി എസ് ആയിരിക്കും. ഓക്കെ, so IP by IS will be equal to VS by VP. That is IP by IS that is equal to VS by VP. Equation ഒന്ന് ഓർത്തിരിക്കുക. From equation 1 and 2, IP by IS will be equal to VS by VP that is equal to NS by NP എന്ന് എഴുതാം അല്ലെ. രണ്ട് ഇക്വേഷൻസിനെയും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ from 1 and 2 we can write IP by IS that is equal to VS by VP that is equal to NS by NP എന്ന് എഴുതാം. So that is the working of a transformer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ? എന്താണ് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നുള്ളത്? നമുക്ക് അറിയാവുന്നതുപോലെ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ കേസിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ടേൺസ് വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി. അതായത് സെക്കൻഡറിയിലാണ് എന്തുണ്ടാവുന്നത്? നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ ഉണ്ടാവുന്നത്. ദാറ്റ് ഈസ് എൻ എസ് ഗ്രേറ്റർ ദാൻ എൻ പി എന്ന് പറയാം. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി. ഇനി നമ്മളൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അവിടുത്തെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. മൂന്ന് കാര്യങ്ങളാണ്. അതായത് എൻ എസ് ഗ്രേറ്റർ ദാൻ എൻ പി ആണ്. അതേപോലെ തന്നെ വി എസ് ഗ്രേറ്റർ ദാൻ വി പി ആയിരിക്കും. നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി വിൽ ബി ഗ്രേറ്റർ ദാൻ വോൾട്ടേജ് ഇൻ ദ പ്രൈമറി അല്ലെ. വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി, നമുക്ക് വോൾട്ടേജ് കൂട്ടുക എന്നുള്ളതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ ഫംഗ്ഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ വി എസ് വിൽ ബി ഗ്രേറ്റർ ദാൻ വി പി ആണ്. ഇനി വാട്ട് അബൌട്ട് കറണ്ട്? ഐ എസ് വിൽ ബി ലെസ് ദാൻ ഐ പി. സെക്കൻഡറിയിൽ ഉണ്ടാവുന്ന കറണ്ട് എന്തായിരിക്കും? പ്രൈമറിയിൽ ഉള്ളതിനേക്കാൾ കുറവായിരിക്കും. സോ ഐ എസ് വിൽ ബി ലെസ് ദാൻ ഐ പി. സോ ഈ 3 പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കുക സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനെ കുറിച്ചിട്ട്. നെക്സ്റ്റ് വി ഹാവ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കി നോക്കൂ. അതായത് പ്രൈമറിയിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ടേൺസ് വിൽ ബി greater than that of secondary. അതായത് NS will be less than that of NP. Okay, അപ്പൊ number of turns in the primary ആയിരിക്കും കൂടുതൽ ഉണ്ടാവുന്നത്. And here we are applying the input. Okay, അപ്പൊ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ കേസിൽ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? NS will be less than NP. അതുപോലെ തന്നെ VS will be less than VP. Okay, so what about IS? IS will be greater than IP. അപ്പൊ ഈ 3 പോയിന്റ്സ് മാത്രമാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനകത്ത് അറിഞ്ഞിരിക്കാനുള്ളത്. The next question is a power transmission line feeds input power at 3300 volt to a step down transformer with its primary windings having 6000 turns. What should be the number of turns in the secondary in order to get output power of 220 volt? ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഒരു പവർ ട്രാൻസ്മിഷൻ ലൈൻ ഫീഡ്സ് ഇൻപുട്ട് പവർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. 3300 വോൾട്ട് ആണ്. ഓക്കെ, then സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. വിത്ത് ഇറ്റ്സ് പ്രൈമറി വൈൻഡിങ്സിൽ എത്രയാണ്? പ്രൈമറി വൈൻഡിങ്സ് 6000 ടേൺസ് ആണ്. ആൻഡ് വാട്ട് ഷുഡ് ബി ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി? അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി NS ആണ് നമുക്ക് കാണേണ്ടത്. ടു ഗെറ്റ് ദ ഔട്ട്പുട്ട് മീൻസ് ഔട്ട്പുട്ട് പവർ അറ്റ് 220 വോൾട്ട്. ഔട്ട്പുട്ട് പവർ എത്ര ആയിരിക്കണം? 220 വോൾട്ട് ആണ്. അപ്പൊ നമ്മളിവിടെ ട്രാൻസ്ഫോമറിന്റെ കേസിലുള്ള ഇക്വേഷൻ ആണ്. അതായത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഇക്വേഷൻ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? VS by VP is equal to NS by NP എന്നുള്ള ഇക്വേഷൻ ആണ്. സോ VS by VP is equal to NS by NP ആണ്. നമുക്ക് കാണാനുള്ളത് എന്താണ്? NS ആണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അതായത് NS into VP will be equal to VS into NP എന്ന് എഴുതാം അല്ലെ. സോ VS into NP divided by VP will be NS. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. VS-ന് പകരം എന്താ എഴുതാം? VS is 220 divided by VP is 3300 into NP that is 6000. So that is found to be 400. Now we can move to the last question. Explain briefly the energy losses in a transformer and the method to minimize these losses. അതായത് എനർജി ലോസസ് ഏതൊക്കെയാണ് ഒരു ട്രാൻസ്ഫോമറിനകത്ത് ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ മെത്തേഡ്സ് യൂസ്ഡ് ടു മിനിമൈസ് ദീസ് ലോസസ്, അതാണ്
ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് വൺ ഈസ് ഫ്ലക്സ് ലീക്കേജ്. അതായത് നോട്ട് ഓൾ ദ ഫ്ലക്സ് ഡ്യൂ ടു പ്രൈമറി പാസസ് ത്രൂ ദ സെക്കൻഡറി. അതായത് ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ പ്രൈമറി. അതായത് ഒരു പ്രൈമറിയിൽ ഉണ്ടാവുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി പാസിംഗ് ടു ദ സെക്കൻഡറി. അതായത് മുഴുവനായിട്ട് എന്ത് ചെയ്യുന്നില്ല, മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൈമറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മുഴുവൻ സെക്കൻഡറിയിലേക്ക് പാസ് ചെയ്യുന്നില്ല. സോ ദാറ്റ് ഈസ് എ ഫ്ലക്സ് ലീക്കേജ്. സോ എങ്ങനെയാണ് നമുക്കത് റെഡ്യൂസ് ചെയ്യാം? So it can be reduced by winding the primary and secondary coils one over the other. അതായത് പ്രൈമറി ആൻഡ് സെക്കൻഡറി എന്ത് ചെയ്യുക, വൈൻഡിങ് വൺ ഓവർ ദി അതർ. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ that flux leakage can be minimized. And the second loss is resistance of the windings. Resistance കാരണം അതായത് energy is lost due to heat produced in the wires. അതായത് H is equal to I square RT എന്ന് പറയുന്ന ജൂൾസ് ഹീറ്റിംഗ് പ്രകാരം. അതായത് അവിടെ എനർജി ലോസ് ഉണ്ടാവുന്നുണ്ട്. H is equal to I square RT ആണ്. അപ്പൊ അവിടെ നമുക്ക് എനർജി ലോസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് അവിടെ ഹീറ്റ് എനർജി കൂടുതലായിരിക്കും അല്ലെ. അപ്പോ റെസിസ്റ്റൻസ് എങ്ങനെയാണ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുക? അതായത് റെസിസ്റ്റൻസ് കുറയ്ക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ R is equal to rho into L by A ആണ്. അവിടെ ഏരിയ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. അതായത് തിക്ക് വയേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അതാണ് മെത്തേഡ് ടു മിനിമൈസ് ദ ലോസ്. അതായത് ദീസ് ആർ മിനിമൈസ്ഡ് ബൈ യൂസിങ് തിക്ക് വയേഴ്സ്. അതിന്റെ റീസൺ മനസ്സിലായല്ലോ അല്ലെ. അതായത് H is equal to I square RT പ്രകാരമാണ് എന്തുണ്ടാവുന്നത്, അവിടെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഹീറ്റ് എനർജി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ R റെഡ്യൂസ് ചെയ്യണം. R റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ R is equal to rho into L by A ആണ് അല്ലെ. സോ ഏരിയ റെഡ്യൂസ് ചെയ്ത്, അതായത് ഏരിയ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, റെസിസ്റ്റൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. And the next one is eddy currents laws. Eddy currents laws എന്താണ് ഉണ്ടാവുന്നത്? The alternating magnetic flux induces eddy current in the iron core and causes heating. Okay, അതായത് alternating magnetic flux എന്ത് ചെയ്യും, induces eddy currents and that causes heating. എങ്ങനെയാണ് അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റുക? effect is reduced by having laminated core. നമ്മൾ സാധാരണ ട്രാൻസ്ഫോമറിനകത്ത് ലാമിനേറ്റഡ് കോർ ആണ് യൂസ് ചെയ്യുന്നത്. Then last one is hysteresis laws. Okay, അപ്പോൾ റിപ്പീറ്റഡ് മാഗ്നറ്റൈസേഷൻ ആൻഡ് ഡിമാഗ്നറ്റൈസേഷൻ ഓഫ് ദ കോർ പ്രൊഡ്യൂസസ് ഹിസ്റ്റീരിസിസ് ലോസ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ് ഹിസ്റ്റീരിസിസ് ലോസ്. അപ്പൊ അവിടെ മാഗ്നറ്റൈസേഷനും ഡിമാഗ്നറ്റൈസേഷനും റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്നത് കൊണ്ടാണ് അവിടെ എന്തുണ്ടാവുന്നത്, ഹിസ്റ്റീരിസിസ് ലോസ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ അത് മിനിമൈസ് ചെയ്യാം? ദിസ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ യൂസിങ് സോഫ്റ്റ് അയൺ ആസ് കോർ വിച്ച് ഹാസ് എ ലോ ഹിസ്റ്റീരിസിസ് ലോസ്. അപ്പൊ സോഫ്റ്റ് അയൺ കോർസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഹിസ്റ്റീരിസിസ് ലോസ് മിനിമൈസ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ചാപ്റ്റർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. നമുക്കിവിടെ വീഡിയോ തൽക്കാലം കൺക്ലൂഡ് ചെയ്യാം. ഇതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.